ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പ ബിരിയാണിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കപ്പ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ചധികം വെള്ളം വെച്ച് വേവിച്ച് ഊറ്റിയെടുക്കുക. പിന്നെ 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ളത്, 1 അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ചതാണ്. പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. അത് പിന്നെ മുളക് പൊടിയുടെ എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, നമ്മൾ വേറെ മസാലയും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 3 ടീസ്പൂൺ ഇട്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഇത് മീറ്റ് മസാലയാണ്, അതൊരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നന്നായി കൈവച്ച് തന്നെ തിരുമ്മി നന്നായി ഒരു അരമണിക്കൂറോളം ഒന്ന് മൂടി വയ്ക്കാം. അരമണിക്കൂർ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം. ഒരു ½ ആൻ അവർ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 ഗ്ലാസ്സോളൊക്കെ വെള്ളം ഒഴിക്കുന്നത് വെച്ചാൽ കപ്പ ഇതും കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഇതിൽ ബീഫിൽ കുറച്ചധികം വെള്ളം വേണം. അതുകൊണ്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കുന്നുണ്ട്. പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. പിന്നെ കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് 2 എണ്ണം ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാനൊരു 6 8 10 അത് എത്ര കൂടുതലുണ്ട് അത്രയും നല്ലതാണ്. അതൊന്ന് ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് ഒരു 6 എണ്ണക്കായാലും മതി, 6 8 ആയാലും മതി. അതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇതിലിട്ടൊന്ന് ബ്രൗൺ കളറാക്കി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ വേറെ മസാല ഇതിലൊന്നും ചേർക്കുന്നില്ല, ബീഫിൽ ചേർത്ത മസാലയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 3 സ്പൂണ് മുളക് പൊടി ചേർത്തത്. സ്പൂണാണ് കേട്ടോ, 3 സ്പൂൺ ചേർത്തത്. അതെല്ലാം നിങ്ങൾക്ക് അപ്പോൾ ഈ ബീഫിൻ്റെ എരിവ് കപ്പയിൽക്കും കൂടി വേണം. അപ്പോൾ അതുകൊണ്ട് 3 സ്പൂണ് എരിവൊക്കെ അത്യാവശ്യം എരിവുണ്ടാവും, പാകത്തിനുള്ള എരിവുണ്ടാവും. നന്നായി ഒരു ബ്രൗൺ കളറായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പിലിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റാം. ഒരു ചെറിയൊരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാനും. അപ്പോൾ കപ്പ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇത് കഴിക്കും. ഇതിപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബീഫ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കപ്പയും കൂടി മിക്സ് ചെയ്യാനുള്ളതല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം വേണം ബീഫിൽ. പിന്നെ വെള്ളം കുറവാണെങ്കിൽ തന്നെ നിങ്ങൾ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് വെള്ളമാക്കി എടുക്കണം, കുറച്ച് ലൂസാക്കി എടുക്കണം. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിലേക്ക്, വഴറ്റി വെച്ച പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തോടുകൂടി തന്നെ, ഗ്രേവിയോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കപ്പ ആദ്യം തന്നെ വേവിക്കാൻ വയ്ക്കാം. അതിനുശേഷം ബീഫ് മസാല തേച്ച് വെച്ചിട്ട് അപ്പോഴത്തേക്കും ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കുമ്പോഴത്തേനും നമ്മുടെ ബീഫ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അത് വേവിക്കാൻ വയ്ക്കുക. അങ്ങനെ സിമ്പിൾ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസും കുറേ കാര്യങ്ങളൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഊറ്റി വെച്ച കപ്പ ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് കറിയിലിട്ട് നന്നായി ഒന്ന് ഉടച്ച് എടുക്കാം. നന്നായി ഒന്ന് യോജിച്ച് വരണം, നല്ലോണം ഒന്ന് യോജിക്കണം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി. ഇനി നല്ല വേവുന്ന കപ്പയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത കപ്പയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചെറുതായിന്ന് ഞാൻ വലിയ കഷ്ണങ്ങളൊക്കെ ഉള്ളതൊന്നും ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രേവിയോടുകൂടി ആകുമ്പോഴാണ് കപ്പയിലേക്ക് ആ മസാല നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ ഇത്തിരി ഗ്രേവി വേണം. അപ്പോൾ നമ്മുടെ കപ്പ ബീഫും കൂടിയുള്ളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് മേടിക്കുമ്പോൾ ചെറിയ എല്ലുള്ള കഷ്ണമൊക്കെ മേടിക്കുക, അതാണ് ഇതിന് ടേസ്റ്റ്. നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇങ്ങനെ ഇടുമ്പോൾ, നല്ല ചെറിയതായിട്ട് നുറുക്കിയിടുമ്പോൾ ഇതോടുകൂടി കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു.